SNDP യോഗം ചേപ്പാട് യൂണിയന്റെ പരിധിയിലുള്ള ചെറിയ പത്തിയൂർ 360, 1264, 6242, 6456 എന്നീ ശാഖായോഗങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അവാർഡ് ദാനം, പഠനോപകരണ വിതരണം, മോട്ടിവേഷൻ ക്ലാസും നടത്തി. ചെറിയ പത്തിയൂർ ക്ഷേത്രാങ്കണത്തിലായിരുന്നു പരിപാടി. SNDP യോഗം ചേപ്പാട് യൂണിയനിൽ ഉൾപ്പെടുന്ന ചെറിയ പത്തിയൂർ 360 നമ്പർ ശാഖായോഗം, പത്തിയൂർ കിഴക്ക് 1264 നമ്പർ ശാഖായോഗം, പത്തിയൂർ തോട്ടം 6242 നമ്പർ ആർശങ്കർ സ്മാരക ശാഖായോഗം, പത്തിയൂർ 6456 നമ്പർ ഡോക്ടർ പൽപൂ സ്മാരക ശാഖായോഗം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അവാർഡ് ദാനം, പഠനോപകരണ വിതരണം, മോട്ടിവേഷൻ ക്ലാസ് എന്നിവ നടത്തി. ചേപ്പാട് SNDP യൂണിയൻ സെക്രട്ടറി N. അശോകൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ രക്ഷകർത്താക്കളും കുട്ടികളും 4 ശാഖയുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുമ്പോൾ ഇവിടെ ഭൗതികമായിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങളെ സംബന്ധിച്ച് ഇവിടെ പ്രഗത്ഭരായവര് തന്നെ ക്ലാസ് നയിക്കുകയുണ്ടായി. ഇവിടെ നമ്മുടെ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കുവാൻ, നമ്മുടെ മനസ്സിനെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ, തെറ്റായ ദിശയിലേക്ക് സഞ്ചരിക്കാതിരിക്കുവാൻ നമ്മുടെയൊക്കെ മനസ്സിനെ പാകമാക്കുന്ന ഒന്നുണ്ട്. നമ്മളിതെല്ലാം കൊടുക്കുമ്പോൾ, ഭൗതികമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കാതിരിക്കുന്നതിന്റെ അപജയമാണ് നമ്മൾ ഈ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതൊരു സമൂഹത്തിന്റെയും ഉയർച്ച എന്ന് പറയുന്നത് അത് ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായി ജീവിക്കുമ്പോഴാണ്. നിങ്ങൾ രാഷ്ട്രങ്ങളെ നോക്കിക്കോണം. ഓരോ രാഷ്ട്രങ്ങളും ആധ്യാത്മികമായി ചിന്തിച്ചുകൊണ്ട് അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന സമൂഹം അത് രാഷ്ട്രമാണെങ്കിൽ കൂടിയും അതൊക്കെ വളരെ ഔന്നത്യത്തിൽ എത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. 1264 നമ്പർ ശാഖായോഗം പ്രസിഡന്റ് K. സഹദേവൻ അധ്യക്ഷനായി. 6456 നമ്പർ SNDP ശാഖായോഗം സെക്രട്ടറി K. യശോധരൻ സ്വാഗതം പറഞ്ഞു. ലഹരിമുക്ത കേരളം എന്ന വിഷയത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ അരുൺകുമാറും, പഠിച്ചുയരാം എന്ന വിഷയത്തിൽ കൺസൾട്ടന്റ് ഫിസിയോളജിസ്റ്റ് ഇന്ദു രവീന്ദ്രനും ക്ലാസ് നയിച്ചു. അനുമോദനവും അവാർഡ് ദാനവും SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗം M. K. ശ്രീനിവാസൻ നിർവഹിച്ചു. J. ബിജുകുമാർ, R. രാജേഷ്, രമണൻ ദിവാകരൻ, ചന്ദ്രൻ, M. വിജയൻ, S. സതീശൻ, N. തങ്കപ്പൻ, B. സുരേഷ്, സുശീലൻ തമ്പി, K. വിജയൻ, M. D. രാജഗോപാൽ, M. ചന്ദ്രൻ, മനോജ് D, M. വിജയൻ, അമ്പിളി വിദ്യാധരൻ, യമുനാസുരൻ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ അല്ലേ? നമ്മൾ ജനിക്കുമ്പോൾ ഒറ്റയ്ക്ക്, നമ്മൾ ജീവിക്കുന്ന ഒറ്റയ്ക്ക്, നമ്മൾ മരണപ്പെടുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ് അല്ലേ? അപ്പൊ നമ്മുടെ ഐഡന്റിറ്റികൾ, നമ്മൾ ആരാകണം, എന്താകണം, എവിടെ എത്തണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ് അല്ലേ? ഇപ്പൊ ലൈഫിൽ നമുക്ക് നേടാൻ പറ്റാവുന്ന എല്ലാം നമുക്ക് നേടിയെടുക്കണം അല്ലേ? ഞാനിപ്പോ എന്റെ കണ്ടൻസിലേക്ക് മാത്രം ഒന്നുകൂടെ പറഞ്ഞു പോവാം. ചെറിയ ലഹരിയിലേക്ക് കുട്ടികള് സ്കൂൾ കാലഘട്ടത്തിൽ ഒരു കൗതുകത്തിന് കടന്നു വരുന്നു. പിന്നെ ഒരു 2 വർഷത്തിനകം അടുത്ത ക്വാളിറ്റി ഡ്രഗ്സുകൾ അന്വേഷിക്കുന്നു. പിന്നീട് എന്താണ്, അതിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തവർ എന്ത് ചെയ്യും? പിന്നെ എന്താ നിങ്ങൾ ഞാൻ പറഞ്ഞ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്ത് പറ. പിന്നെ ട്രിപ്പുകൾ പോലെയുള്ള ട്രിപ്പുകൾക്കൊക്കെ യാത്ര ചെയ്യാൻ സമയത്ത് അറിയാതെ തന്നെ പലപ്പോഴും ഈ ക്രൈമുകളിലേക്ക് പെട്ടുപോകുന്നു. പിന്നെ എനിക്ക് നാലാമതൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, ചെറിയ ലഹരി വസ്തുക്കൾ മേടിച്ചു തുടങ്ങുന്ന കുട്ടികളെ CD ന്യൂസ് കായംകുളം.